Welcome to Blessing Today Morning Glory. This is the second week we are having a very special morning glory. ഈ ലോക്ക്ഡൗൺ ഡേയ്സിൽ കർത്താവ് തന്ന ഒരു അവസരമാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാൻ, ഒത്തിരി തിരുവചന സത്യങ്ങൾ പഠിക്കാൻ ഒക്കെ കർത്താവ് തരുന്ന അവസരമാണ്. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഇത് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ നോട്ട്സ് കുറിച്ചെടുക്കുകയും എനിക്കത് അയച്ചു തരികയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി പേര് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഫേസ്ബുക്കിൽ ഇത് കാണുന്നവർ ദയവായി മറ്റുള്ളവരോട് കൂടെ ഫ്രണ്ട്സിനോടൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറയുക. അതുപോലെ യൂട്യൂബിൽ കാണുന്നവർ നിങ്ങൾ ഹാജരുണ്ടെങ്കിൽ, നിങ്ങൾ കാണാൻ തുടങ്ങിയെങ്കിൽ ഒരു പ്രൈസ് ദി ലോർഡ്, ഒരു ഹല്ലേലൂയ, ഒരു തംസ് അപ്പ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. മാത്രമല്ല ഇത് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ന് ആയിരക്കണക്കിന് പേർ അനുഗ്രഹിക്കപ്പെടണം. കുശുമ്പില്ലാത്തവർ, സ്വാർത്ഥതയില്ലാത്തവർ മാത്രം ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അങ്ങ് പെട്ടെന്ന് തന്നെ അങ്ങ് പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് ഒത്തിരി നമ്മളെ അനുഗ്രഹിക്കാൻ പോവുക. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ അവൻ നമ്മെ നിറച്ചിരിക്കുകയാണ്, അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പോവുകയാണ്. എമി നമ്മോടൊപ്പമുണ്ട്. എമി ഇപ്പോൾ നമ്മെ ആരാധനയിൽ ലീഡ് ചെയ്യും. നമുക്ക് ഹൃദയത്തിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച് നമ്മെ വീണ്ടെടുത്ത നമുക്കെല്ലാം നൽകുന്ന കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാം. താങ്ക് യു. സ്വർഗത്തിലും എന്നു ഭൂമിയിലും എന്നു നിനക്കു തുല്യനായാരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥാ, കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥാ, പത്മോസിൻ ദ്വീപിൽ ഞാനേകനായാലും തീച്ചൂളയിൽ മധ്യയായിടിലും, പത്മോസിൻ ദ്വീപിൽ ഞാനേകനായാലും തീച്ചൂളയിൽ മധ്യയായിടിലും, കൂട്ടിനായി വന്നിടും കൂടെ നടന്നിടും, മാറോട് ചേർത്ത് അണച്ചിടും, കൂട്ടിനായി വന്നിടും കൂടെ നടന്നിടും, മാറോട് ചേർത്ത് അണച്ചിടും. യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യം, നിനക്കു തുല്യനായാരുമില്ല. സ്വർഗത്തിലും എന്നു ഭൂമിയിലും എന്നു നിനക്കു തുല്യനായാരും. യേശുവേ യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യം, നിനക്കു തുല്യനായാരുമില്ല. സ്വർഗത്തിലും എന്നു ഭൂമിയിലും എന്നു നിനക്കു തുല്യനായാരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥാ, കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥാ. സ്നേഹത്തിൻ്റെ ആഴമെത്രയും വർണ്ണിച്ചിടാൻ
സ്വർഗത്തിലും ഇന്നു ഭൂമിയിലും ഇന്ന് നിനക്കു തുല്യനായ ആരുമില്ല. യേശുവേ നീ മാത്രം എന്നെന്നും ആരാധ്യൻ. നിനക്കു തുല്യനായ ആരുമില്ല. സ്വർഗത്തിലും ഇന്നു ഭൂമിയിലും ഇന്ന് നിനക്കു തുല്യനായ ആരുമില്ല. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥാ. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ യേശുനാഥാ. കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന എൻ്റെ കൃപയുടെ ആധിക്യത്താലേ ഇന്ന് നടത്തിയിടുന്ന താങ്ക് യു ഫാദർ. കർത്താവേ, നിൻ്റെ കൃപയുടെ ആധിക്യം ഇന്ന് ഞങ്ങൾ ഈ നിമിഷങ്ങൾ ദൈവസ്ഥലിൽ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ പകരണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഇനിയും മറ്റ് ചിലർ കൂടെ ഈ ഫേസ്ബുക്ക് ലൈവിൽ ജോയിൻ ചെയ്യട്ടെ, അതുപോലെ ഈ യൂട്യൂബിൽ ജോയിൻ ചെയ്യട്ടെ, ഈ ലൈവിൽ ജോയിൻ ചെയ്യട്ടെ. എത്തിയവരെല്ലാം നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങളുടെ പേരെന്താ, അതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കുക. പ്രാർത്ഥന വിഷയങ്ങൾ അയക്കാൻ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് 100 കണക്കിന് പ്രാർത്ഥന വിഷയങ്ങൾ വ്യക്തിപരമായി ഞാൻ അതിൻ്റെ ഓഡിയോ കേട്ടു, ടെക്സ്റ്റ് മെസ്സേജ് കേട്ടു, റിപ്ലൈ അയച്ചു, പേഴ്സണലി പ്രാർത്ഥിച്ചു. ഈ ആഴ്ചയിലും അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ ആഴ്ച പാഷൻ വീക്ക് ആയതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളാണ് ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ന് മുതൽ എല്ലാ ദിവസവും 11 മണി മുതൽ നമുക്ക് ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ ഇന്ന് മുതൽ ഫാസ്റ്റിംഗ് ആണ്, ഒരാഴ്ചത്തെ ഫാസ്റ്റിംഗ് ആണ്. 11 മണി മുതൽ ഇതേ യൂട്യൂബിൽ, ഇതേ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യാം. പല ദൈവദാസന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ലൈവിലൂടെ നിങ്ങളെ ശുശ്രൂഷിക്കും. ഞങ്ങൾ മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ളവർ മാത്രമല്ല വൈകിട്ട് എല്ലാ ദിവസവും നമ്മുടെ ഹോം ഫെലോഷിപ്പ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇന്ന് മുതൽ 3 പ്രാവശ്യം നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ഞാൻ പറയുന്നത് ലോക്ക്ഡൗൺ ഒരിക്കലും നമുക്ക് ലോസ് അല്ല. എനിക്ക് തോന്നുന്നു ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിൽ 20-ാമത്തെ വചനത്തിലാണ് തോന്നുന്നു ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളെനിക്ക് ദോഷമായത് പലതും ചിന്തിച്ചു, എന്നാൽ ദൈവം അത് എനിക്ക് നന്മയാക്കി ഗുണമാക്കി എന്ന് മാത്രമല്ല അനേകരുടെ രക്ഷയ്ക്കാക്കി. ഞാൻ പറയുന്നത് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒത്തിരി പേർ രക്ഷിക്കപ്പെടും, ഒത്തിരി പേർ സൗഖ്യമാകും, ഒത്തിരി പേർ തിരുവചന സത്യങ്ങൾ മനസ്സിലാക്കും, കർത്താവിനോട് ഒട്ടിച്ചേരും. എന്ത് ദോഷത്തിനായി വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുകയാണ്, ഈ ദിവസങ്ങൾ നിങ്ങളെ ഏറ്റവും മനോഹര ദിനങ്ങളാക്കി. കാരണം കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണ അകന്നിരിക്കുകയല്ല ചെയ്യുന്നത്. കഷ്ടകാലത്ത് കർത്താവ് ഇത്രയും ഗ്യാപ്പുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരിക്കും. ഇതാണ് കഷ്ടകാലത്ത് കർത്താവ് ചെയ്യുന്നത്, ഏറ്റവും അടുത്തിരിക്കും. നമുക്ക് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചയിൽ ലാസ്റ്റ് ഡേയ്സിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഗുഡ് ന്യൂസ് ഉണ്ട്, ബാഡ് ന്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. 24-ാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷത്തിലെ കുറേ കാര്യങ്ങൾ നമ്മൾ പിറക്കിയെടുത്തു. 15ഓളം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒത്തിരി പേര് നന്നായിട്ട് നോട്ട്സ് എഴുതി. ഞാൻ എന്ന് വെച്ചാൽ ചിലരൊക്കെ മെയിൻ പോയിൻറ്റ്സ് എല്ലാം റെഡിൽ എഴുതി, ബാക്കി ബ്ലൂവിൽ എഴുതി, ചിലർ ഹൈലൈറ്റർ കൊണ്ട് അടിച്ചു, ചിലർ ടൈപ്പ് ചെയ്ത് അയച്ചു. യു ആർ അമേസിങ്. ഞാനൊക്കെ വിചാരിച്ചതിനേക്കാൾ നന്നായി ഒത്തിരി പേര് നോട്ട്സ് എഴുതി എനിക്ക് അയച്ചു തന്നു. എൻ്റെ പേഴ്സണൽ നമ്പർ സ്ക്രീനിൽ കാണും. നിങ്ങൾക്കതിൽ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥന തുറന്നെഴുതാം. ഓഡിയോ മെസ്സേജ് അയക്കുമ്പോൾ മാത്രം ദയവായി ശ്രദ്ധിക്കുക, 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടുതൽ അയക്കല്ലേ. കാരണം അത് കേട്ടുകൊണ്ടിരുന്നാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ഞാൻ ചില ദിവസങ്ങളിൽ 1 മണി രാത്രി വരെയൊക്കെ ഇരുന്നാണ് ഇത് നോക്കി റിപ്ലൈ അയക്കുന്നത്.
പിന്നെ കമൻറ്റ് ബോക്സിലാണെങ്കിലും ബ്രദർ ഡാമിൻ അത് ക്ലാസ് എടുക്കുന്ന നേരത്തെ ഒട്ടനടി എൻ്റെ പോയിന്റ്സുകളൊക്കെ അടിച്ചിടുന്നവരുണ്ട്. വളരെയധികം നന്ദി അവരോട് പറയാനുണ്ട്. കാരണം കണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ സ്പെല്ലിങ്സ് ഒക്കെ പ്രായമുള്ളവർ വരെ ഇന്ന് ഹൈടെക് അല്ലെങ്കിൽ ടെക് സാവി ആയിട്ട് ഭയങ്കരമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വണ്ടർഫുൾ വണ്ടർഫുൾ. ഈ 24-ാം അധ്യായത്തിൽ നിന്ന് അവസാനകാല സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ബാഡ് ന്യൂസ് ഒരു 10-15 നമ്മൾ നോക്കി. ഗുഡ് ന്യൂസ് 7 നമ്മൾ കണ്ടു. ഇന്ന് അതിനുശേഷം അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ ചാടാൻ പോവുക. മത്തായി 25. പാഷൻ വീക്കാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ വെള്ളിയാഴ്ച we are going to have a very special Good Friday service. Yes, online service. Yeah, online. നമ്മളെങ്ങും കൂടുന്നില്ല, പക്ഷേ അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പക്ഷേ കഴിഞ്ഞ എല്ലാ വർഷങ്ങളെക്കാളും കൂടുതൽ പേര് പങ്കെടുക്കാൻ പോകുന്ന ഈ വർഷമായിരിക്കും. ഇപ്പോഴേ റെഡിയായി, ഇപ്പോഴേ പ്രാർത്ഥിക്കുക. ഉപവാസം കൂടിയാണ്. എന്നിട്ട് മാത്രമല്ല അടുത്ത ഞായറാഴ്ച ഈസ്റ്റർ സർവീസാണ്, പുനരുത്ഥാനത്തിൻ്റെ ഞായറാഴ്ച. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആഴ്ച ഒരു സ്പിരിച്വൽ ഫീസ്റ്റാണ്. ഹല്ലേലൂയ. 7 course മീൽ പോലെ എല്ലാ ദിവസവും. വി ആർ റെഡി. ആർ യു റെഡി? കമന്റ് ബോക്സിൽ നിങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം എന്തൊക്കെയാണോ നിങ്ങളുടെ തോട്ട്സ്. അതുപോലെ ആമേൻ, പ്രൈസ് ദി ലോർഡ്. ചിലർ ഈ ഫ്ലെയിം ഉണ്ട്, തീ വരുന്നൊരു സാധനമുണ്ട്, അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, ക്ലാപ്പ് ഇട്ടുകൊണ്ടിരിക്കും. വാ, we are celebrating the victory of the Lord Jesus. നമുക്ക് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലേക്ക് പോകാം. 25-ാം അധ്യായത്തിൽ 3 പാരബിൾസ് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, 3 ഉപമകൾ. മത്തായി ഈ ഉപമയുടെ ഉസ്താദാണ്. കാരണം എന്ന് വെച്ചാൽ 13-ാം അധ്യായം മുഴുവൻ പാരബിൾസും കിങ്ഡം പാരബിൾസ്. അതുപോലെ തന്നെ 25-ാം അധ്യായത്തിൽ 3 പാരബിൾസ് ഉണ്ട്, പവർഫുൾ. അതിൽ 1-2 ഈ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കാം. കൂടാതെ നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ യേശു കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ, യേശു കർത്താവ് ക്രൂശിൽ ചെയ്ത് ഇതിലേക്കൊക്കെ നമ്മൾ കയറാൻ പോവാം. എന്നിട്ട് ഇവിടെ നോക്ക്, ഞായറാഴ്ചയാകുമ്പോൾ വാ, ദാറ്റ് വിൽ ബി ആൻ എക്സ്പ്ലോഷൻ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മർത്യ ശരീരങ്ങളിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക്, കൂട്ടങ്ങളിലേക്ക്, ഒക്കെ രാജ്യങ്ങളിലേക്ക് ഇൻവേഡ് ചെയ്യാൻ പോവാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. കല്ലറയുടെ അകത്ത് കയറി യേശു കർത്താവിൻ്റെ എംബാം ചെയ്തിരുന്ന തുണി കൊണ്ട് ചുറ്റി റൂമാല് കൊണ്ട് ചുറ്റി വെച്ചിരുന്ന ആ മർത്യ ശരീരത്തെ ക്യുക്കൻ ചെയ്ത് എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന പരിശുദ്ധാത്മാവ് എല്ലാ വ്യക്തികളിലേക്കും വരാൻ പോകും. I am really excited. ഓക്കെ, ഇന്ന് ക്ലാസ് നടക്കില്ല, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. കാണാൻ പോകുന്ന ഒന്നും പറഞ്ഞറിയിക്കണ്ടല്ലോ. ഓൾ റൈറ്റ്. പക്ഷേ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, വീഡിയോ ഫോർവേഡ് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്. ഇതൊക്കെ ആവർത്തിച്ച് പറയാൻ കാരണം ഒരു പരസ്യമൊന്നുമല്ല, ഇതിൽ അനേകർ അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ. നമ്മൾ ഈ ലോക്ക്ഡൗൺ മുതലാക്കണം. 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെ ഒന്ന് വായിച്ചു തരാമോ? 10 കന്യകമാരുടെ ഉപമ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കുകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കുകൾ എടുത്തപ്പോൾ എണ്ണയെടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കുകളോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ വരുവാൻ വൈകിയപ്പോൾ എല്ലാവരും മയക്കം വന്ന് അവർ ഉറങ്ങി. അർദ്ധരാത്രിയിലോ മണവാളൻ വരുന്നു, അവനെതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്കുകൾ കത്തിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്കുകൾ കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവരോ, ഞങ്ങൾക്ക് നിങ്ങൾക്കും കൂടി ഇത് തികയുകയില്ല, അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ വിരുന്നിനായി പ്രവേശിച്ചു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കായി തുറക്കണമേ എന്നപേക്ഷിച്ചു. അതിനവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയാത്തതുകൊണ്ട് ഉണർന്നിരിക്കുവിൻ.
അവസാനകാല സംഭവങ്ങൾ പ്രാവചനികമായി 24-ാം അധ്യായം മുഴുവൻ യേശു പറഞ്ഞു. 24-ാം അധ്യായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 4-5 പ്രാവശ്യം കർത്താവ് പറഞ്ഞു, ആ നാളും നാഴികയും ഞങ്ങൾ അറിയുന്നില്ല. 25-ാം അധ്യായത്തിലേക്ക് 10 കന്യകമാരുടെ ഉപമ. ദിസ് ഈസ് എ പാരബിൾ. ഇതൊരു ഉപമയാണ്. കർത്താവ് ഒരു ഉപമ പറയുകയാണ്. തീം എന്താണ്? ഏറ്റവും അവസാനം 13-ാമത്തെ വചനം ഒന്നുകൂടി വായിക്കാം. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയാത്തതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഈ ഉപമയിലെ ക്യാരക്ടേഴ്സ് എല്ലാം വെച്ച് ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് ഭയങ്കരമായി പറഞ്ഞുകൊണ്ട് പോവാം. പക്ഷേ അതിലൊരു മെസ്സേജ് ഉണ്ട്, ഒരു കീ മെസ്സേജ്. അതാണ് നാളും നാഴികയും അറിയാകയാൽ നിങ്ങൾ ഉണർന്നിരിപ്പിൻ. ബി പ്രിപ്പേർഡ് ഓൾവേസ്. സോ ഇന്ന് എൻ്റെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ ബി പ്രിപ്പേർഡ്. ഒരുങ്ങിയിരിക്കുക. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ, ബി പ്രിപ്പേർഡ്. ഒരുങ്ങിയിരിക്കുക. ടൈപ്പ് ചെയ്തോ, പുസ്തകത്തിൽ എഴുതിക്കോ. കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ആളോട് പറ, ഒരുങ്ങിയിരിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആയതുകൊണ്ട് അകന്നിരിക്കണം അല്ലേ? അകന്നാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങ് പറഞ്ഞു ഒരുങ്ങിയിരിക്കുക. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിലാണെങ്കിലും ഫാമിലി ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നു. ഒരുങ്ങിയിരിക്കുക. ഹലോ, കർത്താവ് ഇന്ന് നമ്മളോട് എല്ലാവരോടും സംസാരിക്കുന്നത് ബി പ്രിപ്പേർഡ്. ഒരുങ്ങിയിരിക്കുക. അതിനു വേണ്ടി, അത് തെളിയിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഒരു പാരബിൾ പറയുന്നത്. പാരബിൾ എന്താണ്? ഒരു ഏർത്ത്ലി സെറ്റിങ്ങിലൂടെ ഹെവൻലി ട്രൂത്ത് റിവീൽ ചെയ്യുന്നൊരു സാധനമാണ് പാരബിൾ, ഉപമ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഉപമയിൽ 10 കന്യകമാർ, എല്ലാവരും ഒന്ന് പറഞ്ഞേ, 10 കന്യകമാർ. ടൈപ്പ് ചെയ്യാം, 10 virgins, 10 കന്യകമാർ. കർത്താവിനെ പോലെ കമ്മ്യൂണിക്കേറ്ററായിട്ട് വേറെ ആരുമില്ല. എന്ത് വ്യക്തമായിട്ട് കർത്താവ് പറയും. 10 കന്യകമാർ എന്തിനു വേണ്ടി? അവർ മണവാളനെ എതിരേൽക്കാൻ വേണ്ടി പുറപ്പെട്ട 10 കന്യകമാർ. ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി സിദ്ധാന്തങ്ങൾ, ഒത്തിരി തിയറികളുണ്ട്. ഇത് കന്യകമാരാണ്, തോഴിമാരാണ്, ഇവർ ബ്രൈഡല്ല, യേശുവിൻ്റെ മണവാട്ടിയല്ല. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അലഗോറിക്കായിട്ട് ചിന്തിച്ച് തിയോളജിക്കലായിട്ട് ഒത്തിരി പോകും. ഞാൻ അതിലേക്കൊന്നും പറഞ്ഞില്ല. ഓൺലി വൺ കീ മെസ്സേജ്, ഒരുങ്ങിയിരിക്കുക. കാരണം എന്താ? അവൻ്റെ വരവിൻ്റെ നാളും നാഴികയും, ദ ഡേ ആൻഡ് അവർ, വി ഡോണ്ട് നോ. ഇറ്റ്സ് നോട്ട് റിവീൽഡ്. ഇറ്റ് ഈസ് ഹിഡൻ. ഇറ്റ് ഈസ് കൺസീൽഡ്. It's not at all revealed. It's not publicized. Amen. ഒരിക്കലും അത് പറഞ്ഞു തന്നിട്ടില്ല കർത്താവ്. It's not published. അപ്പോൾ സെറ്റിംഗ് ഇതാണ്. അന്നത്തെ യഹൂദന്മാരുടെ കല്യാണം നടക്കുന്ന, അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കും. ഞാൻ ഒത്തിരി പ്രാവശ്യം മെസ്സേജുകളിൽ യഹൂദന്മാരുടെ വിവാഹത്തിൻ്റെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും 1-2 കാര്യങ്ങൾ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ അവർ ലീഗലി ബൗണ്ടാണ്. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ മണവാളൻ്റെ ഒരു ഡ്യൂട്ടിയാണ് നല്ല വരുമാനമാർഗം ഉണ്ടാക്കുക, വീട് വയ്ക്കുക, സ്വന്തമായിട്ട് വീട് പണിയുക. ഈ വീട് പണിത് എല്ലാം ഒരുങ്ങിയ ശേഷം മാത്രമേ കല്യാണം നടത്തൂ. നമ്മുടെ നാട്ടിൽ പുരുഷനാണ് സ്ത്രീധനം തരുന്നത്. തന്നോല്ലോ. പക്ഷെ അവിടെ അങ്ങനെയല്ല. പുരുഷൻ സ്ത്രീക്കാണ് കൊടുക്കുന്നത്. മനസ്സിലായി? യഹൂദന്മാർക്ക് തിരിച്ചാണ്. ഞാൻ ഇതിനൊക്കെ എതിരാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ കൊലയും കൊലപാതകവും ആത്മഹത്യയും നടന്നുകൊണ്ടിരിക്കും. ഇതിനൊന്നും പോകല്ലേ. സ്ത്രീ തന്നെ ധനം. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ അവരുടെ കൾച്ചറിൽ പുരുഷനാണ് കൊടുക്കേണ്ടത്. കാരണം അതൊരു പർച്ചേസ് മണിയാണ്. മണവാട്ടിയെ വിലയ്ക്ക് വാങ്ങുക. അങ്ങനെയാണ് അവരുടെ സിസ്റ്റം. മാത്രമല്ല വീടൊരുക്കണം. വീടൊരുക്കാൻ വേണ്ടി 6 മാസം കൊടുക്കുക, ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ എടുക്കും. വീടൊക്കെ റെഡിയായി കഴിയുമ്പോഴേക്കും അടുത്തൊരു പരിപാടി. ഇവർ എൻഗേജ്മെൻറ്റേ കഴിഞ്ഞിട്ടുള്ളൂ. കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് മണവാളനും തോഴന്മാരും എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ഓഫ് ദ ബ്രൈഡ് ഗ്രൂം ഒരു സംഘമായിട്ട് മണവാളൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടും, അല്ലെങ്കിൽ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടും. പിതാവിൻ്റെ വീട്ടിൽ നിന്ന് സാധാരണ പുറപ്പെടും. പോകുമ്പോൾ സാധാരണ ഒരു വില്ലേജിലാണ് നടക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ആ ഗ്രാമത്തിൽ അകലം മണവാട്ടിയുടെ മണവാളൻ്റെ വീടുകൾ തമ്മിൽ. അപ്പോൾ ഇങ്ങനെ അവർ പോകുമ്പോൾ സാധാരണ യഹൂദന്മാരുടെ വെഡ്ഡിങ്സ് നടക്കുന്നത് ഈവനിങ്ങിന് ശേഷം, രാത്രി. ഇവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് അപ്പം ഏകദേശം അവർക്ക് എന്തറിയാം, ഡേറ്റും ഏകദേശം പരിപാടിയൊക്കെ സമയമൊക്കെ അറിയാം. പക്ഷേ കൃത്യസമയം മണവാട്ടിക്ക് അറിഞ്ഞുകൂടാ. മണവാട്ടിക്ക് തോഴിമാരുണ്ട്, ബ്രൈഡ്സ് മെയ്ഡ്, അവരുണ്ട്. അവർക്കും അറിഞ്ഞുകൂടാ.
പക്ഷേ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ മണവാളനും കൂടെയുള്ള സ്നേഹിതന്മാരും എല്ലാം കൂടെ ഒരു ആർപ്പ് വിളിയോടുകൂടിയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കുരവിടില്ലേ, അതുപോലെ ഒരു ഭയങ്കരമായ ഒരു സൗണ്ട് ഉണ്ടാക്കി ആർപ്പ് വിളിയോടുകൂടെ പിതാവിൻ്റെ വീട്ടിൽ മണവാളൻ്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടും ഒരു സംഘം. ഈ രാത്രി ഇതിങ്ങനെ ആർപ്പ് വിളിയായിട്ട് പോകുമ്പോൾ റോഡിലൊക്കെ ഉള്ള ഇവരുടെ ഫ്രണ്ട്സൊക്കെ ഈ കൂട്ടത്തിൽ കൂടും. മനസ്സിലായി? അങ്ങനെ വലിയൊരു ടീമായിട്ട് മാറുന്നത്. ആവശ്യമുള്ളവരൊക്കെ കൂടി മണവാട്ടിയുടെ വീടിനോട് അടുത്തെത്തുമ്പോൾ ഈ ആർപ്പ് വിളി കേൾക്കും. ആദ്യം റെഡിയാകുന്നത് ആരാണെന്നറിയാമോ? തോഴിമാർ. ബ്രൈഡ് റെഡിയായിരിക്കുവാണ്, എപ്പോൾ വന്നാലും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാലും പോവും, റെഡിയായിരിക്കുക. തോഴിമാരാണ് വിളക്കുകളുമായി ചെന്ന് മണവാളനെ എതിരേറ്റ് മണവാട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. ഇതാണ് സെറ്റിംഗ്. ഞാൻ ഇവിടെ 10 കന്യകമാർ, എല്ലാവരും പറഞ്ഞു 10 കന്യകമാർ. ടൈപ്പ് ചെയ്യുക 10 വെർജിൻസ്. ടൈപ്പ് ചെയ്യുക, എഴുതുക, തല കയറണം. പക്ഷെ അവിടെ പറയുന്നുണ്ട് ഈ 10 പേരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരും ആയിരുന്നു. എക്സ്ക്യൂസ് മീ. അപ്പോൾ 5 foolish virgins and 5 wise virgins. എന്താണ് അവിടുത്തെ ബുദ്ധികേട് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്? വിളക്കിൽ വേണ്ടത്ര എണ്ണ, എക്സ്ട്രാ ഓയിൽ അവരെടുത്തില്ല. പക്ഷെ അതിൽ സിമിലാരിറ്റിയും ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. സിമിലാരിറ്റി എന്തൊക്കെയാണെന്ന് പറയാം. ഓൾ ഹാഡ് ബീൻ ഇൻവൈറ്റഡ് ടു ദ ബാങ്ക്വറ്റ് ആൻഡ് ഓൾ ഹാഡ് റെസ്പോണ്ടഡ് പോസിറ്റീവ്ലി. ഈ 10 കന്യകമാർക്കും ക്ഷണം ഉണ്ടായിരുന്നു, അവർ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അടുത്തത് they were all waiting. എല്ലാവരും മണവാളിനെ കാത്തു നിൽക്കുന്നവരായിരുന്നു. ഇവരെല്ലാവരും മണവാളിനെ പ്രതീക്ഷിച്ചിരിക്കുക, ചുമ്മാ ഇരിക്കുമല്ല. അതുകൊണ്ട് ആ കാര്യത്തിലും 10 പേർ ഒരുപോലെ തന്നെയായിരുന്നു. ഞാൻ കുറേ അധികം കാര്യങ്ങൾ റിസർച്ച് ചെയ്തെടുത്തുവാണ്. അടുത്തത് ഓൾ ഹാഡ് ലാംസ് വിത്ത് ദം. അവരുടെ എല്ലാവരുടെയും കയ്യിൽ വിളക്കുകളുണ്ടായിരുന്നു. വിളക്ക് എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പോൾ സിമിലാരിറ്റീസ് നോക്കണം. ദെൻ all of them had expectation. എല്ലാവർക്കും പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം എല്ലാവരും all virgins wanted to see the bridegroom. എല്ലാവർക്കും മണവാളിനെ കാണാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുക. അടുത്തത് all were in the right place at the right time at the right reason, for the right reason. അവരെല്ലാവരും തന്നെ ശരിയായ സ്ഥാനത്ത് ശരിയായ സമയത്ത് ശരിയായ കാരണം നിമിത്തം ഇരിക്കുക, പ്രസന്റ് ആയിട്ട് നിൽക്കുക. all of them wanted to go to the wedding banquet. അവർക്ക് ഡിസയർ ഉണ്ടായിരുന്നു, എല്ലാവർക്കും പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്തത് നമ്മൾ കാണുന്നത് all had some oil in their lamps at the beginning. തുടക്കത്തിൽ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ടായിരുന്നു? വിളക്കിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു. അടുത്തത് all fell asleep. എല്ലാവരും ഉറങ്ങി. 10 കന്യകമാരും ഉറങ്ങി. അതിൻ്റെ അർത്ഥം ഉറങ്ങിക്കിടക്കുന്ന സഭ എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ 10 കന്യകമാർ ഉറങ്ങി. ബിക്കോസ് all of them were having a normal life. കാരണം കൃത്യസമയം അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഒരു ഇങ്ങനെ ഉറക്കം ഇളച്ചിരുന്ന് കല്യാണത്തിൻ്റെ ദിവസം തലയുറ്റി വീണമെന്നല്ല, മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ they were all having normal life. സാധാരണ പോലെ തന്നെ ഉണരുന്നു, എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്നു. അത് തെറ്റല്ല. ഇനി അവർ ഉറങ്ങാൻ കാരണം പല രീതിയിലായിരിക്കും. ഇങ്ങനെ പറയുന്നുണ്ട്, 5 പേർ ഉറങ്ങാൻ കാരണം ബുദ്ധിയില്ലാത്തവർ ഉറങ്ങാൻ കാരണം ബോധമില്ലാഞ്ഞിട്ടാണ്, ഒരുങ്ങാത്തതുകൊണ്ട്. മറ്റൊരു ഉറങ്ങാൻ കാരണം they were well prepared. അകത്ത് പീസ് ഉണ്ട്, എപ്പോൾ വന്നാലും ഞങ്ങളുടെ കയ്യിലെല്ലാം ഒരുങ്ങിയിരിക്കും. അങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. പോട്ടെ. അടുത്തത് all were awakened by the midnight cry. ഈ ആർപ്പ് വിളി കേട്ട് അർദ്ധരാത്രിയിലെ എല്ലാവരും എഴുന്നേറ്റു. വേക്കപ്പ് കോൾ എല്ലാവർക്കും കിട്ടി. അടുത്തത് all 10 virgins got up to prepare their lamps. എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. അപ്പോൾ അവിടെ ആ ഫൈനൽ പ്രിപ്പറേഷൻ്റെ കാര്യത്തിൽ അവരുണ്ടായിരുന്നു. അടുത്തത് all appeared to be equally prepared for the bridegroom's coming. എല്ലാവരും ഒരുപോലെ ഒരുങ്ങിയിരുന്നതായി കാണപ്പെട്ടു. ഇൻ അപ്പിയറൻസ്, പുറത്ത് എല്ലാവരും ഒരുപോലെ. അടുത്തത് all were taken by surprise. എല്ലാവരും നനയാത്ത നാഴികയിലാണ്. ഈ 10 കന്യകമാർക്കും അവർ പ്രതീക്ഷിക്കാത്ത സമയത്താണ് മണവാളൻ വന്നത്, അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. അപ്പോൾ ആകെ കൂടെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ബുദ്ധിയില്ലാത്ത കന്യകമാർ എക്സ്ട്രാ ഓയിൽ അവർ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ വിളക്ക് തെളിയിച്ചു, അവരെല്ലാവരും കൂടെ കയറി. അതിനുശേഷം എന്ത് ചെയ്തു? അവർ മുട്ടാൻ തുടങ്ങി. ആര്? ബുദ്ധിയില്ലാത്ത കന്യകമാർ. ബുദ്ധിയുള്ളവർ വിളക്ക് തെളിയിച്ചു, കയറിപ്പോയി. ബുദ്ധിയില്ല. അപ്പോൾ അതിനു മുമ്പ് ഒരു കോൺവെർസേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ള കന്യകമാരോട് പറഞ്ഞു, നിങ്ങളുടെ എണ്ണയിൽ ഒരല്പം
എനിക്കിതാ, ഞങ്ങൾക്ക് കടന്താ. പക്ഷേ ബുദ്ധിയുള്ളവരായിരുന്നത് കൊണ്ട് അവർ കൊടുത്തില്ല. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇതെല്ലാവർക്കും കൂടി പങ്കുവെച്ച് 10 പേരും കൂടി വീതം വെച്ച് വരുമ്പോൾ ഇടയ്ക്ക് വെച്ച് മണവാളിൻ്റെ എതിരേൽക്കാൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും 10 വിളക്കം കെട്ടുപോകും. അതുകൊണ്ട് ബുദ്ധിയുള്ളവർ അത് കൊടുത്തില്ല. ഇനി എണ്ണ എന്താണ്, കന്യകമാരെന്താണ്, വിളക്കെന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമുക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്ത് പറയാം. ഉദാഹരണത്തിന് എണ്ണ പരിശുദ്ധാത്മാവെന്ന് പറയുന്നവരുണ്ട്, എണ്ണ ഒരുക്കത്തെ കാണിക്കുന്നെന്ന് പറയുന്നവരുണ്ട്, വിളക്ക് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദീപം എന്നൊരു വചനം. അപ്പം നമ്മുടെ ആത്മാവാണെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയുന്ന വിളക്ക് വചനമാണ്. കാരണം എന്താ, കാലിന് ദീപമാണ് വചനം. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞു കീ മെസ്സേജ് എന്താണ്? ഒരുങ്ങിയിരിക്കുക, ബി പ്രിപ്പയർഡ്. ആ സമയം അറിയാത്തതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. അതാണ് നമ്മുടെ ഇവിടുത്തെ സന്ദേശം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും റിഗ്രറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കാം. വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞു. ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിൽ ജയിച്ചില്ല. അന്നൊന്ന് ശരിക്കൊന്ന് പഠിച്ച് ജയിച്ചിരുന്നെങ്കിൽ ഞാനിന്ന് എവിടെ എത്തിയ റിഗ്രറ്റാണ്. ചിലർ 70 വയസ്സുള്ള ഒരാൾ എന്നോട് എന്ന് പറഞ്ഞു, നല്ല നല്ല കല്യാണക്കാരും വന്നാണ്. പക്ഷേ കൗൺസിലിംഗ് സെഷനിൽ പറയുന്നത് നല്ല നല്ല ഒത്തിരി കാര്യങ്ങൾ വന്നു. അവസാനം ഞാൻ ഈ മൂദേവിയെ പോയി കിട്ടി. 70 വയസ്സ് കഴിഞ്ഞു റിഗ്രറ്റ് ചെയ്യുന്നു. ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുക. ഇനി ചിലർ നല്ല ബൂം ചെയ്ത് നിന്നിരുന്ന ആ സമയത്ത് ചില ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ ഞാനിന്ന് റിഗ്രറ്റ് ചെയ്യുകയാണ്. നല്ലൊരു സ്ഥലം നല്ല വിലയ്ക്ക് വന്നാണ്, ഇപ്പം അതിന് ഭയങ്കര വില. പക്ഷെ അന്നത് വാങ്ങിയിരുന്നെങ്കിൽ. ഹലോ, പല പല റിഗ്രറ്റ്സും നമുക്ക് വരാറുണ്ട്. ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസസ്. സെക്കൻഡ് ചാൻസസ് എന്നല്ല, God gives us n number of opportunities and chances. പല അവസരങ്ങൾ ദൈവം നമുക്ക് തരാറുണ്ട്. പലതിനും ലൈഫ് മുഴുവൻ കർത്താവ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരിക, രക്ഷിക്കപ്പെടാൻ, മാനസാന്തരപ്പെടാൻ, അല്ലെങ്കിൽ പലതിനു വേണ്ടിയിട്ട് തരികയാണ്. പക്ഷേ നഷ്ടപ്പെട്ടത് ഓർക്കണ്ട അല്ലേ? അതാണ് ഞാൻ സാധാരണ. പക്ഷേ ഇന്ന് ഞാൻ അതല്ല പറയാൻ പോകുന്നത്. ഈ 5 മണ്ടിക്കന്യകമാർ, അങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണേ, നിങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി പറഞ്ഞു, ബുദ്ധിയില്ലാത്ത കന്യകമാർ. അവരുടെ ജീവിതത്തിൽ പറയുന്നത്, അവർ വന്ന് ആ ഭാഗം ഒന്ന് വായിക്കാമോ, ഞങ്ങൾക്കും തുറന്നു തരണേ എന്ന് പറയുന്നു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്കായി തുറക്കണമേ എന്ന് അപേക്ഷിച്ചു. എന്തെന്നാ വിളിച്ചത്? കർത്താവേ കർത്താവേ. മണവാളൻ ആരാ? കർത്താവ്. യേശുവിനോട് അവർ അപേക്ഷിച്ചു. എന്താ ഉത്തരം കിട്ടിയത്? അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കർത്താവ് ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? കർത്താവ് ദയവുള്ളവനല്ലേ, മനസ്സലിവുള്ളവനല്ലേ? ആ സമയത്ത് ആകെ ഇത്തിരി എണ്ണയില്ലെന്നുള്ള തെറ്റല്ലേ ഉള്ളൂ. ഏതായാലും വന്നു, ഞങ്ങളെയും കൂടി അങ്ങ് അകത്ത് കയറ്റിക്കൂടെ? നോ വേ. കർത്താവ് ഇപ്പോഴേ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അന്ന് പലരും വന്ന് ഞങ്ങളത് ചെയ്തില്ലേ, ഞങ്ങൾ ഇത് ചെയ്തില്ലേ, ഞാൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചില്ല, ഞാൻ ബ്ലെസ്സിൻ്റെ കൂടെ എത്ര പ്രാവശ്യം പോയത്, ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സ്പോൺസർ ചെയ്തതാണ്, BP പാർട്ട്ണർ, നമ്പർ വേണമെങ്കിൽ തരാം. ഇതൊന്നും അവിടെ വില പോകില്ല. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ വെച്ച് പലതിനെ ചൊല്ലി നമുക്ക് ഖേദമുണ്ടാകാം, പക്ഷെ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റിയേക്കാം. പക്ഷേ ഇതിൽ ആ റിഗ്രറ്റ് ഇറ്റേണൽ റിഗ്രറ്റ് ആയിരിക്കും. കർത്താവ് തുറന്നു കൊടുത്തില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാനൊരല്പം ഗൗരവത്തോടുകൂടി പറയാം. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത്. നോട്ട്സ് എഴുതുന്നത് കൊള്ളാം, പ്രാർത്ഥന വിഷയങ്ങൾ അയച്ചത് കൊള്ളാം, തംസപ്പെട്ടത് കൊള്ളാം. ശരിക്കും ജീവിതം യേശുവിനായി കൊടുത്തിട്ടുണ്ടോ? Are you prepared? Are we prepared? കർത്താവ് പ്രത്യേകിച്ച് പറഞ്ഞു, ആ നാഴിക ഞാൻ പറഞ്ഞു തരില്ല, അത് പിതാവാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ വരും. യോഹന്നാൻ 14 യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ വേണ്ടി പോകും. നമ്മുടെ നാടൻ ഭാഷയെ പറയാം, ഞാൻ വീട് പണിയാൻ പോവുക നിങ്ങൾക്ക് വേണ്ടി. കൺസ്ട്രക്ഷൻ തീർന്നാൽ ഞാൻ തിരിച്ചു വരും, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. But the question is this, are you prepared? വിളക്കിൽ എണ്ണയുണ്ടോ?
ആർ യു പ്രിപ്പേർഡ്? ഇത്ര നാൾ ചർച്ചിൽ പോയില്ല, ഇതൊന്നും അവിടെ വില പോയില്ല. ഞാൻ വ്യക്തമായി വെട്ടി തുറന്നു പറയുകയാണ്, ശരിയായ രീതിയിൽ ഒരുങ്ങുന്നില്ലെങ്കിൽ നമുക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പാഷൻ വീക്കിൽ ഈ തിങ്കളാഴ്ച നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ബി പ്രിപ്പേർഡ്. ഈ ഉപവാസത്തിൽ, ഈ ആഴ്ചയിൽ, യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർക്കുന്ന ഈ ആഴ്ചയിൽ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഇതിനുമുമ്പ് കഴിഞ്ഞ അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് പറഞ്ഞു. ലോത്തിൻ്റെ കാലം പോലെ, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിച്ചു, ലോത്തിൻ്റെ കാലം പോലെയും നോഹയുടെ കാലം പോലെയും തിന്നും കുടിച്ചും പണിതും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് എടുത്തും ഒക്കെ ഇങ്ങനെ ജീവിക്കും. പക്ഷേ മനുഷ്യപുത്രൻ വരും. നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? നെഞ്ചിൽ കൈവച്ച് ഞാൻ പറഞ്ഞു തരുന്ന പ്രാർത്ഥന സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന. ഇവിടെ വീട് പണിതാലും ഇല്ലേലും, ഗൾഫിൽ പോയാലും ഇല്ലേലും, രോഗം മാറിയാലും ഇല്ലേലും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എൻ്റെ കർത്താവിനോട് കൂടെ അവൻ വരുമ്പോൾ എനിക്ക് പോകണം. അതിരിക്കട്ടെ, കർത്താവ് തിരിച്ചു വരും എന്നുള്ളത് അറിയാമോ? വചനത്തിൽ മുഴുവൻ പറഞ്ഞിരിക്കുകയാണ്, യേശു കർത്താവ് ഒന്നാമത് ബത്ലഹേമിൽ കുഞ്ഞായി വന്നു, ഇനി വരുന്നത് രാജാധിരാജാവായി അവൻ വരും തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേയ്ക്കായി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഒരുങ്ങിയിരിക്കുവാൻ എന്നെ സഹായിക്കണം. വചനപ്രകാരം പരിശുദ്ധാത്മാവിന്റെ അനുസരിച്ച് അവന്റെ നിറവിൽ ജീവിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഒരിക്കൽ കൂടെ കൈകളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങാം, ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങാം. താങ്ക് യു ജീസസ്. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കൈകളെ അടിച്ച് യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാലിൽ വെളിപ്പെടുവാൻ. യേശുമണവാളൻ നമ്മെ ചേർക്കുവാൻ, മധ്യവാനിൽ വെളിപ്പെടുവാൻ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയം പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയം പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവിടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ആമേൻ. കൈകൾ നീട്ടി ഇപ്പോൾ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇതുവരെ ശരിയായ രീതിയിൽ മാനസാന്തരപ്പെട്ടിട്ടില്ലാത്തവർ ഇന്ന് മാനസാന്തരപ്പെടാൻ അവസരമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മദ്യപാനം ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. മദ്യപാനികളായിട്ടുള്ളവർ ഇന്ന് തീരുമാനമെടുക്കുക, നെവർ അഗെയിൻ. ജീവിതത്തിൽ ഒരിക്കലും വേണ്ട. സിഗരറ്റ് വലിയോ മറ്റേതെങ്കിലും മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളോ എന്ത് അഡിക്ഷനും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. അതുപോലെ തൊണ്ടയിൽ മുഴയുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമം. ഞങ്ങളല്ല സൗഖ്യം നൽകുന്ന യേശുവാണ്. നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ സൗഖ്യത്തെ സ്വീകരിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ക്ഷമാ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇപ്പോൾ തൊണ്ടയിൽ മുഴയുള്ള ആ വ്യക്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സൗഖ്യമാക്കുന്ന കൈ ഇപ്പോൾ നീണ്ടു വരുന്നത് ഞങ്ങൾ കാണുന്നു. കർത്താവേ, ഈ നിമിഷം അത് സൗഖ്യമാകട്ടെ. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഓപ്പറേഷനുകൾ, തൊണ്ടയ്ക്ക് ഓപ്പറേഷനുകൾ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവേ, അതുപോലെ തന്നെ കർത്താവേ, ഇപ്പോൾ റേഡിയേഷനുകൾ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം ഈ നിമിഷം നടക്കട്ടെ. ആരോ ചുമച്ചിട്ട് എന്തോ പുറത്തേക്ക് പോകുന്ന
പോകുന്നത് കാഴ്ച ഞാൻ കാണുന്നുണ്ട്. എന്തോ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് യേശുവിൻ നാമത്തിൽ. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ പരിപൂർണമായ സൗഖ്യം ഈ നിമിഷം കർത്താവ് നൽകിയാണ്. ആരുടെ ശരീരം ഇപ്പോൾ വിറയ്ക്കുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി, ഇതാ ദൈവത്തിന്റെ സാന്നിധ്യം ഇതാ ഇറങ്ങി വരികയാണ്. പർവ്വതങ്ങൾ ഇളകുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇതാ ഇറങ്ങി വരികയാണ്. ലോർഡ്. ആരുടെയോ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പകർച്ച നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ നടക്കുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കാനായി തുടങ്ങിയാലും പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നിങ്ങളെ ഒരുക്കുന്ന, കർത്താവിന് വേണ്ടി മണവാട്ടി സഭയെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ഒരു അഭിഷേകം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇതാ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങിയാലും ചിലർ പുതിയ അഭിഷേകത്താൽ നിറയുകയാണ്. ഭാഷാവരത്താൽ ചിലർ നിറയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സ്പർശനം ഇതാ നിങ്ങളുടെ നാവിന്റെ മേൽ, അഗ്നിയുടെ നാവ് പോലെ നിങ്ങളുടെ നാവിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഇതാ വരികയാണ്. ഒരു വലിയ അഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. പുതിയ പ്രാർത്ഥനയുടെ ആത്മാവ് ഇതാ ഇറങ്ങി വരികയാണ്. ആത്മാവിലുള്ള പ്രാർത്ഥന, അന്യഭാഷയിലുള്ള പ്രാർത്ഥന ഇതാ നിങ്ങളുടെ മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഈ നിമിഷം അത് ഇറങ്ങി വരികയാണ്. താങ്ക് യു ജീസസ്. കർത്താവേ, COVID-19 ബാധിച്ച് ചികിത്സയിലായിരിക്കുന്നവർ, അതിൻ്റെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ളവർ, സംശയിക്കുന്നവർ, ഭീതിയിലായിരിക്കുന്നവർ, ക്വാറന്റൈനിലായിരിക്കുന്നവർ, ഐസൊലേഷനിലായിരിക്കുന്നവർ, കർത്താവായ ഓ മൈ ജീസസ്, പരിശുദ്ധാത്മാവിനേക്ക് ഒരു വചനം തരുന്നത് മലാഖി പ്രവചനം 4-ാം അവസാനത്തിൽ അവൻ നിനക്ക് വേണ്ടി രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. തൻ്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. ഹോപ്പ്ലെസ് ആയിട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ. ജീസസ് ഈസ് ദ ഹോപ്പ്. യേശുവാണ് നിന്റെ പ്രത്യാശ. വിടുതലുണ്ടാകട്ടെ. കർത്താവ്, ഈ സീസണിൽ നഷ്ടങ്ങൾ വന്നവർ, വരുമാനമില്ലാത്തവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുതലിലേക്ക് വരട്ടെ. കർത്താവ് എല്ലാവരെയും തൊട്ടതിനായി നന്ദി, സൗഖ്യമാക്കിയതിനായി 2 കൈകൾ ഇതിലേക്ക് നീട്ടിപ്പിടിക്കുക. എന്ത് വിഷയമാണെങ്കിലും ടച്ച് ഇൻ ജീസസ് നെയിം. ടച്ച് ദം ലോർഡ്, ടച്ച് ദം ലോർഡ്. കർത്താവ് വലിയ വിടുതൽ കർത്താവ് ഓരോരുത്തർക്കും നൽകിയതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ പങ്കെടുത്തിരുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പക്ഷേ ഞാനൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾ ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്തോ? ഒരാൾക്കെങ്കിലും ഇത് അയച്ചു കൊടുത്തോ? ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും ഇത് അയക്കുക. അല്ലെങ്കിൽ ആരോടും, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആരോടും ചോദിക്കുക. ഇതെങ്ങനെയാണ് ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നത്? അടുത്ത ആരോടെങ്കിലും ചെറുപ്പക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് അങ്ങ് അയക്കുക. ഒരുപക്ഷെ ഈ ഒരു സന്ദേശം അനേകായിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ അവൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഒരു കൊച്ചു സന്ദേശമാണ്. പക്ഷേ അനേകർക്ക് ഇത് പ്രയോജനകരമാകും. കുശുമ്പില്ലാതെ, സ്വാർത്ഥതയില്ലാതെ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ബ്ലെസ്സിംഗ് ടുഡേ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ചുവന്ന ആ ബട്ടണിൽ, സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ കുത്തുക. എൻ്റെ ഇപ്പുറത്ത് ബെല്ലിൻ്റെ ആകൃതി, ഒരു മണിയുടെ ആകൃതിയിലൊരു സാധനം കാണും, അതിലും കുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോകൾ മറക്കരുത്. ഇന്ന് 11 മണിക്ക്, ഇന്ന് മുതൽ നമ്മുടെ ഫാസ്റ്റിംഗ് ആരംഭിച്ചിരിക്കുന്നു. 11 മണിക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. അനേക ദൈവദാസന്മാർ, ലോകത്തിൽ അനേക രാഷ്ട്രങ്ങളിൽ പ്രയോജനപ്പെടുന്ന ശക്തന്മാരെ, അഭിഷിക്തന്മാരാണ് വന്ന് ശുശ്രൂഷിക്കാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഇതേ ചാനലിൽ, ഇതേ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ഹോം ഫെലോഷിപ്പ് ലഭിക്കും. അങ്ങനെ ഉപവസിക്കാൻ കഴിയുന്നവരെല്ലാവരും ഉപവസിക്കുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് നാളെ രാവിലെ കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.